ഹായ്, നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. അതായത് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് പാരാമെട്രിക് കർവ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഇതൊരു പക്ഷേ നിങ്ങൾ കാൽക്കുലസിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് പാരാമെട്രിക് കർവ് എന്ന് പറയുന്ന കാര്യം. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. കോംപ്ലക്സ് പ്ലെയിനിൽ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം എക്സ് ഓഫ് ടി വൈ ഓഫ് ടി എന്ന് പറയുന്നത് രണ്ടും റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓഫ് എ റിയൽ വേരിയബിൾ ആണ്. എന്ന് വെച്ചാൽ എന്താ, രണ്ട് ഫങ്ഷൻസ് ആണ്, എക്സും വൈയും രണ്ട് ഫങ്ഷനാണ്. ആ ഫങ്ഷൻ്റെ ഡൊമൈൻ എന്താണ്, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഇമേജായിട്ട് കിട്ടുന്ന ആൾക്കാരും എന്ത് തന്നെ ആയിരിക്കും, റിയൽ നമ്പറാണ്. അതാണ് റിയൽ വാല്യൂഡ് ഫങ്ഷൻ. റിയൽ നമ്പേഴ്സ് എടുക്കുന്ന ഫങ്ഷനെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഫങ്ഷൻ നമ്മൾ വിളിക്കുന്നവരാണ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പം രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷനാണ് എക്സും ടിയും. എങ്കിൽ നമ്മളതിനെ ഇങ്ങനെ എഴുതിയിരിക്കട്ടെ, ഒരു എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി എന്ന് എഴുതുമ്പോഴത്തേക്ക് എക്സ് ഓഫ് ടി എന്നുള്ളത് അതിൻ്റെ റിയൽ പാർട്ടും ആയിത്തീരും, വൈ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിത്തീരും, ഇമാജിനറി പാർട്ടായി തീരുകയും ചെയ്യും. അപ്പോൾ ടോട്ടലി ഈ ഫംഗ്ഷൻ എന്തായിത്തീരും, ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനായി തീരും. ശരിയല്ലേ? അപ്പം ഇതൊരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷനായി തീരും. പക്ഷേ അത് എടുക്കുന്ന വാല്യൂ എവിടെയാണ്, ഡൊമൈൻ ഏതാണ്, എ മുതൽ ബി വരെയുള്ള റിയൽ നമ്പേഴ്സാണ് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പം ഇതൊരു കർവ് ആയിരിക്കും. ഇത്തരം കർവുകൾ നമ്മളപ്പം ടി ആണ് ഇവിടുത്തെ പാരാമീറ്റർ. ടിക്ക് നമ്മൾ ഓരോ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, എക്സ് ഓഫ് ടിയും കിട്ടും, വൈ ഓഫ് ടിയും കിട്ടും. ശരിയല്ലേ? ടി എന്ന് പറയുന്ന ഓരോ റിയൽ നമ്പർ എടുക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടായിട്ട് നമുക്ക് എക്സ് ഓഫ് ടി ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതേപോലെ വൈ ഓഫ് ടി എന്ന് പറയുന്നത് മറ്റൊരു റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പം ഇസഡ് ഓഫ് ടി എന്ന് പറയുന്നത് ടോട്ടലി എന്തായിത്തീരും, ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. അതിന് വിളിക്കുന്ന പേരാണ് പാരാമെട്രിക് കർവ് അല്ലെങ്കിൽ കോംപ്ലക്സ് പാരാമെട്രിക് കർവ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ദ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് ദ റിയൽ വേരിയബിൾ ടി ഇസഡ് ഓഫ് ടി ഈക്വൽ ടു ഇതിനെയാണ് പാരാമെട്രിക് കർവ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് പറയാം, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഞാൻ രണ്ട് ഫംഗ്ഷനെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ ഫംഗ്ഷനായിട്ട് എടുക്കുന്ന ഇതാണ്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് ടിയും വൈ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുന്നു, സൈൻ ടി എടുക്കുന്നു. ടി എടുക്കുന്ന വാല്യൂ ഏതാണ്, 0 മുതൽ 2π വരെയുള്ള വാല്യൂ ആണ്. നോക്കിയേ, ഇത് രണ്ടും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണല്ലോ. ഇതാണ് നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഏത്, 0 to 2π എന്ന് പറയുന്നതാണ് നമ്മുടെ ഡൊമൈൻ. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ ആരാണ്, കോസ് ടിയും സൈൻ ടിയും. നിങ്ങൾ ടിക്ക് ഓരോ വാല്യൂ കൊടുക്കും. ഞാനിപ്പോൾ റാൻഡമായിട്ട് ഒരു 3-4 വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഓഫ് 0 കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ എക്സ് ഓഫ് 0 എന്ന് വെച്ചാൽ ആക്ച്വലി ആരാ, കോസ് 0. കോസ് 0യുടെ വാല്യൂ എത്ര കിട്ടും, 1 കിട്ടും. വൈ ഓ 0 എന്ന് വെച്ചാൽ ആരാ, സൈൻ 0യുടെ വാല്യൂ എത്ര കിട്ടും, 0 കിട്ടും. അപ്പം എക്സിൻ്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 0. അപ്പോൾ നമുക്ക് ബേസിക്കലി ഏത് പോയിൻ്റാണ് കിട്ടുന്നത്, 1 0 എന്ന് പറയുന്ന പോയിൻ്റല്ലേ ഓർഡേഡ് പേരായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ടിക്ക് നമ്മൾ π/2 എന്ന് പറയുന്ന വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി ക്കുള്ള കോസ് ടി ആണ്. അപ്പോൾ നമ്മുടെ അറ്റ് π/2 ഉള്ള വാല്യൂ, എക്സിൻ്റെ വാല്യൂ എക്സ് ഓഫ് π/2, അതായത് കോസ് π/2 എത്ര കിട്ടും, 0 കിട്ടും. വൈ π/2 എത്ര കിട്ടും, 1 കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടി, ഏത്, 0 1. ഇനി സിമിലർലി നമ്മൾ ടിക്ക് π കൊടുക്കുന്നു. ടിക്ക് π കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എക്സ് ഓഫ് പൈയും കണ്ടുപിടിക്കണം, വൈ ഓഫ് പൈയും കണ്ടുപിടിക്കണം. അതിൽ എക്സ് ഓഫ് പൈ എന്ന് പറയുന്ന -1 കിട്ടും, വൈ ഓഫ് പൈ എന്ന് പറയുന്നത് 0 കിട്ടും. സോ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് കിട്ടും, ഏത്, -1 0. ഇനി ഞാനൊരു പോയിന്റ് കൂടെ എടുക്കാം. ടി ഈക്വൽ ടു 2π കൊടുത്തു. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് 2π 1ഉം വൈ ഓഫ് 2π 0യും കിട്ടും. സോ അത് ഏത് പോയിന്റ് കിട്ടും, 1 0. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്കൊരു വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമായിരുന്നു. ടി ഈക്വൽ ടു 3π/2 എന്ന് പറയുന്ന വാല്യൂ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കിട്ടാൻ പോണ പോയിന്റ് ഒരു പക്ഷേ 0 -1 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ ടിക്ക് ഓരോ റിയൽ നമ്പർ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ടായിട്ട് എവിടെ കിട്ടും, നമുക്ക് പ്ലെയിനിൽ ഇങ്ങനെ പോയിന്റുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. 1 0 0 1 -1 0, കണ്ടോ, 0 -1 എന്ന് പറയുന്ന പോയിന്റുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഡെഫിനിഷനിലേക്ക് വരും. നമ്മൾ ഡെഫിനിഷനിൽ എങ്ങനെ എഴുതുന്നത് ഇസഡ് ഓഫ് ടിയെ നമ്മൾ എഴുതുന്നത് എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി എന്നാണ്. കണ്ടോ, അപ്പോൾ എന്ത് വരും, കോസ് ടി പ്ലസ് ഐ സൈൻ ടി എന്ന് കിട്ടും. പിടിയോ? അപ്പോൾ നമ്മൾ ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഏത് പോയിൻ്റാണ് കിട്ടുന്നത്, ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് 1 0 ആണ്. 1 0 നമ്മൾ ഇവിടെ ഇപ്പോൾ എങ്ങനെ എഴുതും, 1 + I0 ദാറ്റ് ഈസ് 1. ഇനി അതുപോലെ ടിക്ക് നമ്മൾ അടുത്തത് π/2 കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് അടുത്ത് ഏത് വാല്യൂ കിട്ടും? ടിക്ക് പൈ ബൈ 2 നമ്മൾ മുകളിൽ കണ്ടതാണ്. 0 1 എന്ന് പറയുന്ന പോയിൻ്റാണ് കിട്ടുന്നത്. 0 1 അപ്പോൾ നമ്മളിവിടെ എങ്ങനെ എഴുതും? 0 + i × 1. അതായത് അത് ഏത് പോയിൻ്റാണ്? ഐ എന്ന് പറയുന്ന പോയിന്റ് കണ്ടതേ, അതാണ് ഈ കിടക്കുന്നത് ഐ. ഇനി അടുത്ത നമ്മൾ ടിക്ക് ഏത് കൊടുക്കും? ടിക്ക് നമ്മൾ കൊടുത്തത് പൈ എന്ന് പറയുന്ന വാല്യൂ ആണ്. ടിക്ക് പൈ കൊടുത്തപ്പോൾ നമ്മൾ കണ്ടതാണ് -1 0 കിട്ടി. -1 0 നമ്മളിങ്ങനെ എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് -1. അടുത്ത ഞാനൊരു എക്സ്ട്രാ പോയിൻ്റ് കാര്യം പറഞ്ഞു, 3π/2. 3π/2 കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോണത് 0 - 1 ആണ്. 0 - 1 നമ്മളപ്പം 0 + i × -1 ദാറ്റ് ഈസ് -i. ഓക്കെ, ഇനി അടുത്ത് ടിക്ക് 2π കൂടെ കൊടുക്കുക. ടിക്ക് 2π കൊടുത്തപ്പോൾ നമ്മൾ കണ്ടു 1 0 ആയിട്ട്. ഇത് 1 0 വരുമ്പോഴത്തേക്ക് cos t + i sin t. അവിടെ 1 cos tക്ക് കൊടുത്തു, sin tക്ക് 0 കൊടുത്തു, നമുക്ക് 1. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് കിട്ടും. ഏത്? ഇതാ ആദ്യം 1 കിട്ടി, പിന്നെ നമുക്ക് i കിട്ടി, പിന്നെ നമുക്ക് എന്ത് കിട്ടി? -1 കിട്ടി, പിന്നെ നമുക്ക് എന്ത് കിട്ടി? -i കിട്ടി. അപ്പോൾ ഇങ്ങനെ നോക്കിയേ, ടിക്ക് ഓരോ വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ എന്ത് കിട്ടിക്കൊണ്ടേയിരിക്കും? ഓരോരോ പോയിന്റുകൾ നമുക്കിങ്ങനെ കോംപ്ലക്സ് പ്ലെയിനിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് വരച്ചാൽ ആക്ച്വലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സർക്കിളാണ് ഈ കേസിൽ. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ഒരു സർക്കിൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കർവുകൾ എഴുതുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. ഏത്? z of t = xt + i/t. ഓക്കെ, വേർ ടി എടുക്കുന്ന വാല്യൂ റിയൽ വാല്യൂസ് ആയിരിക്കും, ടി മുതൽ എ മുതൽ ബി വരെ. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാമെട്രിക് ഫോം. പിടിയോ? ഇതാണ് നമ്മുടെ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരാമെട്രിക് കർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ കർവ് എന്ന് പറയുന്നത്. ഇപ്പം ഈ കർവിനെ നമ്മൾ സി എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഈ cos t + i sin t നമുക്ക് പറയാം പാരാമെട്രിക് കർവ് ഓഫ് ദി സർക്കിൾ സി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് 4 കാര്യങ്ങളോട് പഠിച്ചാൽ മതി. എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 4 പാരാമെട്രിക് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. നിങ്ങളിത് കൂടുതൽ പഠിക്കേണ്ട. 4 ഫോം. അപ്പം അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ്. ആദ്യത്തെ എക്സാമ്പിൾ ലൈൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ലൈൻ്റെ എക്സാമ്പിൾ എന്താ പറയുന്നത്? പാരാമെട്രൈസേഷൻ ഓഫ് എ ലൈൻ കണ്ടെയ്നിങ് ദ പോയിന്റ്സ് z0 ആൻഡ് z1. അതെങ്ങനെ ഇരിക്കും ഇത് നിങ്ങൾ പഠിക്കട്ടെ. ഒരു ലൈൻ്റെ ഇക്വേഷൻ. ആ ലൈൻ്റെ പ്രത്യേകത എന്താ? ആ ലൈൻ്റെ അകത്ത് z0 ഒരു പോയിൻ്റാണ്, z1. അപ്പോൾ ഞാൻ ഒരു കോംപ്ലക്സ് പ്ലെയിൻ വരച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ആർബിട്രറി ആയിട്ട് 2 പോയിന്റ് ചൂസ് ചെയ്തു. ആരൊക്കെ? ഇത് z0 z1. നമ്മൾ ലൈൻ കണ്ടെയ്നിങ് ദ പോയിന്റ് z0 z1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? z0നെയും z1നെയും കണ്ടെയ്ൻ ചെയ്യുന്ന ലൈൻ. അതായത് ഏകദേശം ഇങ്ങനെ കണ്ട, ഇതിങ്ങനെ പോകും. ഇതാണ് z0നെയും z1നെയും കണ്ടെയ്ൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്തായിരിക്കും? ഓക്കെ, ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ z of t = ഇതായിരിക്കും. ഏത്? z0 × 1 - t + z1t -∞ t ∞. കാരണം -∞ മുതൽ ഇൻഫിനിറ്റി വരെ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യും. ലൈനാണ്. ഇപ്പോൾ ലൈൻ ആകുമ്പോഴത്തേക്ക് തുടക്കവും ഇല്ല അവസാനവും ഇല്ല, അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് 2 സൈഡിലേക്കും പോകും. അതുകൊണ്ടാണ് ലെഫ്റ്റിലേക്ക് -∞ റൈറ്റിലേക്ക് +∞ വന്നിരിക്കുന്നത്. ഇത് z0ലും z1ലും പാസ് ചെയ്യും. അത് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു വഴി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഈ ടിക്ക് ഞാനിപ്പം 0 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിരിക്കട്ടെ. നമ്മുടെ ഇക്വേഷനിൽ ഞാൻ ടിക്ക് 0 കൊടുത്തിരിക്കട്ടെ. അപ്പോൾ നമുക്ക് z0 എന്ത് കിട്ടും? ടിയുടെ സ്ഥാനത്ത് 0 കൊടുത്തു കഴിഞ്ഞാൽ z1t എന്ന് പറഞ്ഞ ടേം മൊത്തത്തിൽ പോകും. മിച്ചം നമുക്ക് എന്തേ കാണത്തുള്ളൂ? z0 × 1 - 0. അതാരാ? z0. കണ്ടോ? അപ്പോൾ ഇത് ഇതിലേക്കൂടെ പാസ് ചെയ്യുന്നുണ്ട്. z0 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ നെക്സ്റ്റ് വേണമെങ്കിൽ ടിക്ക് 1 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടിക്ക് 1 കൊടുക്കുമ്പം z1 എന്ത് കിട്ടും? ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ ഈ ടേം അങ്ങ് 0 ആയി പോകും. കാരണം 1 - 1 0 ആയി പോകും. മിച്ചം ആര് മാത്രമേ കാണത്തുള്ളൂ? z1. കേട്ടോ? അപ്പം ടിക്ക് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പം അത് z0ൽ കൂടെ കടന്നു പോകുന്നു. ടിക്ക് 1 കൊടുക്കുമ്പം അത് ഇതിലേക്ക് കൂടെ കടന്നു പോകുന്നു, ആ z1ൽ പോകുന്നു. അപ്പം അതായത് ബാക്കി വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഈ കംപ്ലീറ്റ് ലൈൻ കിട്ടും. അപ്പം ഇതായിരിക്കും പാരാമെട്രൈസേഷൻ ഓഫ് എ ലൈൻ കണ്ടെയ്നിങ് ദ പോയിന്റ് z0 ആൻഡ് z1. ഈ z0നും z1നും പകരം ഏതെങ്കിലും 2 കോംപ്ലക്സ് നമ്പർ എന്നിട്ട് പറയാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ തരുന്നു, അടുത്തൊരു 1 + i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ തരുന്നു. എന്നിട്ട് പറയുന്നത് ഈ 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന
ലൈൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇസഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് ഈ ഐയും കൊടുക്കുക, ഇസഡ് വണ്ണിൻ്റെ സ്ഥാനത്ത് ഈ 1 + i കൊണ്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് ലൈൻ അല്ല, ലൈൻ സെഗ്മെൻ്റ് ആണ്. ഓക്കെ, ലൈൻ സെഗ്മെൻറ്റ് ഫ്രം Z0 to Z1. ഈ ലൈനും ലൈൻ സെഗ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് ഇത്രേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ ഇതാണ് കോംപ്ലക്സ് പ്ലെയിൻ. ഞാൻ നേരത്തെ എടുത്ത കണക്ക് തന്നെ ഇവിടെ Z0 എടുക്കുന്നു, ഇവിടെ Z1 എടുക്കുന്നു. ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പം ഇതാ ഇത്രയേ വരത്തുള്ളൂ. ലൈൻ സെഗ്മെൻറ്റ് ഫ്രം Z0 to Z1 എന്ന് വെച്ചാൽ ഇത്രയേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും പോയിന്റ് കിട്ടിയാൽ മതി, ബാക്കി വേണ്ട. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ തന്നെ, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ടി എവിടെ തൊട്ട് എവിടെ വരെ എടുത്താൽ മതി? അപ്പം 0 മുതൽ 1 വരെ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചൂസ് ചെയ്തത്? -∞ to ∞ ചൂസ് ചെയ്യണം. അതിന് പകരം ഇവിടെ 0 to 1 ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ലൈൻ സെഗ്മെൻറ്റ്. അടുത്തത് റേ. റേ എന്താണ്? റേ എന്ന് വെച്ചാൽ ഒരു ഇനിഷ്യൽ പോയിന്റ് ഉണ്ടാവും, എൻഡ് പോയിന്റ് ഉണ്ടാകത്തില്ല. അതാണ് റേ എന്ന് പറയുന്നത്. ഓക്കെ, റേ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? റേ സ്റ്റാർട്ട് ചെയ്യുന്നത് Z0 സ്റ്റാർട്ട് ചെയ്യും. അത് എന്തിനെ കണ്ടെയ്ൻ ചെയ്യണം? Z1 കണ്ടെയ്ൻ ചെയ്യാൻ വേണം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പടം വരച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇവിടെ Z0, ഇവിടെ Z1. അപ്പോൾ അവർ പറയുന്ന ഒന്നുകൂടെ നമുക്ക് വായിച്ചു നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം Z0 കണ്ടെയ്നിങ് Z1 എന്ന് വെച്ചാൽ എവിടെ വെച്ചാൽ ഇവിടെ തുടങ്ങണം, പക്ഷേ Z1 തീരത്തില്ല, അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് റേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാം. ടി അപ്പോൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? ടി = 0 സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ എൻഡ് എവിടെ ആയിരിക്കും? ഇൻഫിനിറ്റിയിലേക്ക് പോകണം. അത്രയുള്ള വ്യത്യാസം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ 3 ഇക്വേഷൻ്റെയും ഇസഡ് ടി സെയിമാണ്. ഇതിൻ്റെയും ഇസഡ് ടിയും ഇതിൻ്റെയും ഇസഡ് ടിയും ഇതിൻ്റെയും ഇസഡ് ടി എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. വ്യത്യാസം വരുന്നത് എവിടെയാണ്? നമ്മുടെ ഡൊമൈൻ, നമ്മൾ ഇൻ്റർവെല്ല് എടുക്കത്തില്ലേ, -∞ to ∞ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈൻ കണ്ടെയ്നിങ് Z0 Z1 കിട്ടും. ലൈൻ സെഗ്മെൻറ്റ് കിട്ടണമെങ്കിൽ 0 to 1 എടുക്കണം. ഇനി നേരെ മറിച്ച് ഒരു റേ ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? Z0 തുടങ്ങുന്ന Z1 കൂടെ പാസ് ചെയ്യുന്ന റേ ആണെങ്കിൽ 0 തുടങ്ങിയിട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോവുക. അപ്പോൾ ഇതാണ് വ്യത്യാസം. ഇനി ഒരെണ്ണം കൂടെ പഠിച്ചാൽ മതി. അപ്പോൾ ഇത് 3 കാര്യങ്ങളല്ല, സെയിം കാര്യങ്ങൾ, നമ്മുടെ ഡൊമൈൻ മാത്രം വ്യത്യാസം. ഫൈനലി സർക്കിൾ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് സർക്കിൾ. പാരാമെട്രൈസേഷൻ ഓഫ് എ സർക്കിൾ സെൻറ്റേഡ് അറ്റ് Z0, റേഡിയസ് എത്ര? 6. സെൻറ്റർ Z0 റേഡിയസ് 6 വരികയും ചെയ്യുന്നു. അപ്പോൾ എന്താ വരുന്നത്? അപ്പോൾ ഇവിടെയാണ് Z0. ഓക്കെ, റേഡിയസ് ഇതാണ് 6 എന്നിരിക്കട്ടെ എങ്കിൽ 6 റേഡിയസ് ഉള്ള സർക്കിൾ. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. Z0 + R × cos t + I sin t. ഇതിൽ cos t + I sin t നിങ്ങൾ കണ്ടതാണ്. cos t + I sin t ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ്. അതൊരു സർക്കിളാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചാണ്, ഡീറ്റെയിൽ പറഞ്ഞില്ലല്ലോ, ഒരു സർക്കിളാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സർക്കിളിൻ്റെ പാരാമെട്രൈസേഷൻ. അപ്പം Z0 സെൻറ്ററാക്കിക്കൊണ്ട് R റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ പാരാമെട്രൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൻ്റെ Z0 ആദ്യം കൊടുക്കണം, പിന്നെ റേഡിയസ് കൊടുക്കണം, പിന്നെ സർക്കിൾ ആകാൻ വേണ്ടി അതെന്താകണം? cos t + I sin t കൊടുക്കണം. സർക്കിൾ ആകുമ്പോൾ നിങ്ങൾക്കറിയാം ടിയുടെ വില എവിടം വരെ കൊടുക്കേണ്ടി വരും? ഒരു കംപ്ലീറ്റ് സർക്കിൾ ഇടണമെങ്കിൽ 2π കൊടുക്കണം. ഇനി ഇതിനൊരു ഷോർട്ട് ഫോം ഉണ്ട്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. cos t + I sin t വേണമെങ്കിൽ നമുക്ക് ഷോർട്ടാക്കി എന്ത് എഴുതാം? എക്സ്പോണൻഷ്യൽ ഫോം എഴുതുവാണെങ്കിൽ e⁻⁴ എന്ന് എഴുതാം. അപ്പോൾ വേണമെങ്കിൽ ഇതിന് Z0 + R e⁻⁴it 0 ≤ t ≤ 2π. ഇനി നിങ്ങളോട് അവർ പറയുകയാണ് നിങ്ങൾക്ക് ഫുൾ സർക്കിൾ വേണ്ട, സെമി സർക്കിൾ മതി എന്നിരിക്കട്ടെ. സെമി സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഹാഫ്, ഇത്രയും ഭാഗം, ഈ മുകളിലുള്ള ഭാഗം മാത്രം മതി എന്നിരിക്കട്ടെ, താഴോട്ട് വേണ്ടതിരിക്കട്ടെ. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 0 ≤ t ≤ 2π എടുക്കരുത്, പകരം എന്തെടുക്കണം? 0 ≤ t ≤ π എടുക്കണം. ഓക്കെ, ഇനി സെമി സർക്കിളിൻ്റെയും പകുതി മതി നിൽക്കട്ടെ, ഈ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഈ പോർഷൻ മാത്രം മതി നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 0 ≤ t ≤ π/2 എന്ന് കൊടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇത് വെച്ചൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. 0 സെൻറ്ററാക്കിക്കൊണ്ട് നമ്മുടെ ഒറിജിൻ സെൻറ്ററാക്കിക്കൊണ്ട് 1 റേഡിയസ് ഉള്ള സർക്കിൾ. ഓക്കെ, അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ അപ്പോൾ എന്ത് വരും?
അപ്പം നമ്മൾ കണ്ടു സെൻറ്റർ ഇസഡ് നോട്ടും ആർ റേഡിയസും ആണെങ്കിൽ ഇസഡ് നോട്ട് പ്ലസ് ആർ ഇ റൈസ് ടു ഐ ടി അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റർ 0 ആയതുകൊണ്ട് ഇസഡ് നോട്ട്, റേഡിയസ് 1 ആയതുകൊണ്ട് 1 ഇ റൈസ് ടു ഐ ടി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. അപ്പോൾ ഇതെന്ത് വരും? ഇ റൈസ് ടു ഐ ടി. ഇ റൈസ് ടു ഐ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഏതാ? കോസ് ടി പ്ലസ് ഐ സൈൻ ടി 0 ലെസ് ദാൻ ഓർ ടി ലെസ് ദാൻ ഓർ 2π. അപ്പോൾ ഇതെന്തിൻ്റെ ഇക്വേഷനാണ്? സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ റേഡിയസ് 1. ഇതാണ് ഞാൻ തുടക്കത്തിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ എക്സാമ്പിൾ ഇതായിരുന്നു. കണ്ടോ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ.